നമസ്കാരം. ULM കേരള ചാനലിലേക്ക് സ്വാഗതം. സ്വയം കുഴിവെട്ടുന്ന ആശമാർ എന്നതായിരുന്നു കഴിഞ്ഞ വീഡിയോ. അത് കാണാത്തവർ തീർച്ചയായും കാണുക. ഇത് അതിപ്രധാനമായ മറ്റൊരു വീഡിയോ. വിഷയം വളരെ വിചിത്രമാണ്. നാം തകർക്കുന്ന നമ്മുടെ ജീവിതം എന്നതാണ് വീഡിയോ കാണുക. ഈ വീഡിയോയിൽ ന്യൂജൻ പാർട്ടി ഓഫ് ULM എന്താണെന്നും എന്തിനു വേണ്ടിയാണെന്നും എന്താണ് പാർട്ടി ലക്ഷ്യമെന്നും ജനങ്ങൾക്കുണ്ടാകുന്ന നേട്ടം എന്താണെന്നും കൃത്യമായി മനസ്സിലാക്കുവാൻ കഴിയും. അത് ലളിതമായി ഉദാഹരണങ്ങൾ സഹിതം എടുത്തു കാട്ടുന്നതാണ് ഈ വീഡിയോ. കുടുംബത്തിൽ ഒരു കുഞ്ഞ് പിറന്നാൽ ആ കുഞ്ഞിനെ പരിപാലിച്ച് സംരക്ഷിക്കേണ്ട ചുമതലയും ഉത്തരവാദിത്വവും അച്ഛനമ്മ അടങ്ങുന്ന ആ കുടുംബത്തിനാണ്. മാത്രമല്ല, ആ കുഞ്ഞിന് ആ കുടുംബത്തിൽ എല്ലാവിധ അവകാശങ്ങളും ഉണ്ടായിരിക്കും. ഈ അവകാശം മറ്റാരും നൽകുന്നതല്ല. ഇത് പ്രകൃതിദത്തമാണ്. ആർക്കും ഇത് നിഷേധിക്കാനോ തടയുവാനോ കഴിയില്ല. എന്നതുപോലെയാണ് ഭൂമിയും മനുഷ്യനുമായുള്ള ബന്ധം. ഓരോ മനുഷ്യൻ്റെയും അവകാശമാണ്, ജന്മ അവകാശമാണ് ഭൂമി. എന്നാൽ പ്രകൃതിദത്ത അവകാശം പോലും സർക്കാർ അവന് നിഷേധിക്കുന്നു. എന്നിട്ട് അവൻ അവകാശപ്പെട്ട ഭൂമി സർക്കാർ കച്ചവടം ചെയ്യുന്നു. അതിനാൽ അവൻ്റെ അവന് അവകാശപ്പെട്ട ഭൂമി പണം കൊടുത്ത് അവന് വാങ്ങേണ്ടി വരുന്നു. ഈ ഭൂമിക്ക് പണം, ആധാരം എഴുതാൻ പണം, പിന്നെ എഴുത്തുകൂലി, രജിസ്ട്രേഷൻ ചാർജ്, പോക്കുവരവ് ചാർജ്, അതിനെല്ലാം നികുതി, ടാക്സ്, GSS, വർഷാവർഷം ഭൂനികുതി എന്നിവയും സർക്കാർ ജനങ്ങളിൽ നിന്ന് പിടുങ്ങി ജനങ്ങളെ കൊള്ളയടിക്കുന്നു. ഇതിനെയാണോ ജനക്ഷേമ സേവന സംരക്ഷണം എന്ന് പറയുന്നതും പറയിപ്പിക്കുന്നതും? മനുഷ്യരെ കൂടാതെ 8 മില്യൺ വിവിധ തരം ജീവജാലങ്ങൾ കടലിലും കരയിലും ജീവിക്കുന്നുണ്ട്. അവയ്ക്കും ഒന്നും ഇത് ബാധകമല്ല. കാരണം അവയെല്ലാം പ്രകൃതിപരമായി പ്രകൃതി നിയമം പാലിച്ച് അതിൻ പ്രകാരം അവയുടെ ജീവിതം ആസ്വദിച്ച് ആനന്ദിക്കുന്നു. അവയ്ക്കാവശ്യമായതെന്തും കടലിലും കരയിലും സുലഭമാണ് എന്നതുപോലെ തന്നെ മനുഷ്യനാവശ്യമുള്ളതെന്തും ഭൂമിയിലും സുലഭമാണ്. എന്നാൽ അവയെല്ലാം മനുഷ്യന് ഭൂമി വിൽക്കുന്നത് പോലെ മനുഷ്യൻ പണത്തിന് വേണ്ടി കച്ചവടം ചെയ്യപ്പെടുന്നു. ഈ പണം കൊടുക്കാതെ മനുഷ്യനിപ്പോൾ ഫ്രീയായി ലഭിക്കുന്ന ഒന്ന് മാത്രമാണ് വായു. അത് വിൽപ്പന നടത്താൻ ആകുന്നില്ല. അതുകൊണ്ട് മാത്രം അത് ഫ്രീയായി ലഭിക്കുന്നു. അല്ല എങ്കിൽ അതും മനുഷ്യൻ കച്ചവടം ചെയ്ത് അങ്ങനെ മനുഷ്യൻ്റെ ആവശ്യമായ ഭൂമിയും മറ്റെല്ലാ വിഭവങ്ങളും പണം ഈടാക്കി കച്ചവടവൽക്കരിച്ചിരിക്കുകയാണ്. മനുഷ്യൻ്റെ നികൃഷ്ട മനുഷ്യത്വരഹിത അവസ്ഥയിൽ മനുഷ്യനിന്ന് നീറിപ്പുകയുകയാണ്. അതുപോലെ മനുഷ്യന് അസുഖം പിടിപെട്ടാൽ ഡോക്ടർമാർ അവനെ രക്ഷിക്കുന്നതിന് പകരം അവൻ്റെ ജീവന് വിലപേശുകയാണ്. അങ്ങനെ വിലപേശുന്ന കൂറ്റൻ ആശുപത്രികളാണ് ഇന്ന് നിലവിലുള്ളത്. അവിടെ അഡ്മിറ്റ് ആയിക്കഴിഞ്ഞാലോ ശരീര അവയവങ്ങൾ എപ്പോൾ അടിച്ചു മാറ്റി എന്ന് ചോദിച്ചാൽ മതി. മരിക്കാത്തവരെയും അവർ കൊല്ലും. പണത്തിനു വേണ്ടി അവയവങ്ങൾ മുറിച്ചെടുത്ത് മറിച്ച് കച്ചവടവൽക്കരിക്കുന്നു. പണത്തിനു വേണ്ടി എന്തും ചെയ്യുന്ന അവസ്ഥ, ആരെയും വിശ്വസിക്കാനാകാത്ത അവസ്ഥരെ അടിമകളാക്കി അടിച്ചമർത്തി അടക്കി ഭരിക്കുവാൻ ആവശ്യമായ അനാവശ്യ നിയമങ്ങൾ കാട്ടി മനുഷ്യരെ ഭയപ്പെടുത്തി നിയന്ത്രിക്കുന്നു, നിലയ്ക്ക് നിർത്തുന്നു. നീതിന്യായ നിയമ സംവിധാനത്തിൽ നീതിയും ന്യായവും പണം തീരുമാനിക്കുന്നു. അതിനാൽ ഏത് നിരപരാധികളെയും കൊലയാളിയാക്കുന്നു, കൊലയാളിയെ നിരപരാധിയുമാക്കുന്നു. അങ്ങനെ തരികിടയാണ് ഈ സംവിധാനത്തിൽ നടന്നു വരുന്നത്.
ജനങ്ങൾക്ക് ഇതിൽ വിശ്വാസം ലെവലേശം ഇല്ലാതായിരിക്കുകയാണെന്ന്. സംവിധാനം ജനങ്ങളെ ജാതിമത വർഗീയമായി ഭിന്നിപ്പിച്ചകറ്റി ചൂഷണം ചെയ്യുന്നു. മന്ത്രിമാരെല്ലാം കോടിപതികളായി തന്നിഷ്ട ഏകാധിപത്യ ഭരണം നടത്തുന്നു. രാജാക്കന്മാരെ പോലെ വിലസുന്നു. ജനങ്ങളെ അകറ്റി ദൂരെ നിർത്തുന്നു. എന്തെല്ലാം അടിച്ചു മാറ്റാം, എന്തെല്ലാം മോഷ്ടിക്കാം, എവിടെയെല്ലാം അഴിമതി നടത്താം എന്ന ചിന്തയിൽ അവർ വ്യാപൃതരാണ്. മേൽപ്പറഞ്ഞ എല്ലാ പ്രവർത്തനങ്ങളും നടപടികളും നിയമങ്ങളും പ്രവൃത്തികളും തുടച്ചു നീക്കുകയാണ് ന്യൂജൻ പാർട്ടി ULMന്റെ പരമപ്രധാനമായ ലക്ഷ്യം. രാജ്യ അതിർത്തികളോ അതിർവരമ്പുകളോ ഇല്ലാത്ത ഒരു ഭൂമി ഒരു മനുഷ്യൻ എന്ന പ്രകൃതി സത്യം നടപ്പിലാക്കും. ഭൂമി ഏവരുടെയും ജന്മ അവകാശമാക്കും. നടന്നുവരുന്ന കച്ചവട ഭരണം അവസാനിപ്പിക്കും. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന പണം എന്ന മഹാമാരണത്തെ രാജ്യത്തു നിന്നും ഉന്മൂലനം ചെയ്യും. ജനങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ വീടുൾപ്പെടെ എന്തുമേതും ഏവർക്കും യഥേഷ്ടം സൗജന്യമായി ലഭ്യമാക്കുന്ന ലോകത്തെ ആദ്യ ഭരണ സംവിധാനം നടപ്പിലാക്കും. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ഭരിക്കുന്ന ജനകീയ ഭരണ സംവിധാനം നടപ്പിലാക്കും. നിലവിലെ എല്ലാവിധ സംവിധാനങ്ങളും തൂത്തെറിയും. പണം എന്ന മഹാമാരണം ഇല്ലാത്ത, ധനികരും ദരിദ്രരും ഇല്ലാത്ത സമത്വ സന്തോഷ ജീവിതം ആസ്വദിച്ചാനന്ദിക്കുവാൻ ഉതകുന്ന പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, MP, MLAമാർ ആരുമില്ലാത്ത ജനാധിപത്യ ഭരണ സംവിധാനം നടപ്പിലാക്കുകയാണ് ന്യൂജൻ പാർട്ടി ഓഫ് ഇന്ത്യ ULMന്റെ ലക്ഷ്യം. ഇത് സ്വപ്നമല്ല. ഇത് നടപ്പിലാക്കുന്ന എല്ലാ വശങ്ങളും വിവരിക്കുന്ന ഒരു സമ്പൂർണ്ണ സമാധാൻ എന്ന ഒരു ബുക്ക് ലഭ്യമാണ്. അതിൽ എല്ലാ വിശദവിവരങ്ങളും വിവരിക്കുന്നുണ്ട്. ഇന്ത്യയിലിത് ലോകത്തിന് മാതൃകയായി 2029 മുതൽ നടപ്പിലാക്കും. ഇതിനെ സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ അടുത്ത വീഡിയോ കാണുക. ഞാൻ നിങ്ങളുടെ സ്വന്തം നോബർട്ട് AP. താങ്ക് യു വെരി മച്ച്.